1492 ഒക്ടോബർ മാസം 12 ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന നാവികൻ അമേരിക്ക കണ്ടുപിടിച്ചത്. ഈ അമേരിക്ക കണ്ടുപിടിച്ചതും പരിശുദ്ധ അമ്മയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. സ്പെയിനിലെ രാജാവായിരുന്ന ഫെർഡിനാൻഡ് ഈ നാവികന് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഇവനെ പറഞ്ഞു വിടുമ്പോൾ സ്പെയിനിലെ വിശ്വാസികൾ മുഴുവനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഒക്ടോബർ മാസം 12 തന്നെ അമേരിക്ക എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഈ നാവികൻ കണ്ടുപിടിച്ചപ്പോൾ അത് അമ്മയുടെ മധ്യസ്ഥതയിലുള്ള വലിയൊരു അത്ഭുതമായിട്ട് സ്പെയിൻകാർ ഇന്നും വിശ്വസിക്കുകയാണ്. കാരണം ആ ക്രിസ്തീയ വിശ്വാസവും അമ്മയുടെ ഭക്തിയും ഈ സ്പെയിനിൽ നിന്ന് പുതിയൊരു രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു ഭാഗ്യം അവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസത്തെ അതൊരു അത്ഭുതമായിട്ട് അവർ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 12 വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ഒക്ടോബർ മാസം 12 കത്തോലിക്ക സഭ ചരിത്രത്തിലാദ്യമായി ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇത്രയും നാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നിട്ടില്ലാത്ത, എന്നാൽ ഈ അടുത്ത് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു വന്ന വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ തിരുനാൾ, അതും ഒരു 12. പ്രിയമുള്ളവരെ, ബന്ധങ്ങളുണ്ട് പരസ്പരം. വേറൊന്നുമല്ല, അമേരിക്ക പുതിയൊരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് പുതിയൊരു ലോകത്തിലേക്ക് ഈ വിശ്വാസവും ഭക്തിയും വളർന്നു വന്നപ്പോൾ ഈ കാർലോ അക്യൂറ്റസ് പുതിയൊരു ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, സൈബർ ലോകം. എല്ലാവിധ കൊള്ളരുതായ്മകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിലനിൽക്കുന്ന ഒരിടമാണ് സൈബർ ഇടം എന്നൊക്കെ നാം പറയുമ്പോഴും അവിടെയും കർത്താവിൻ്റെ കൃപ നിലനിൽക്കുന്നുണ്ട് എന്ന വലിയൊരു ബോധ്യമല്ലേ ഈ കുഞ്ഞ് നമുക്ക് പകർന്നു നൽകുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, പുതിയൊരു ലോകത്തിലേക്കാണ് നമ്മുടെ യാത്ര. ആ ലോകത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പാണ് ഈ ഒക്ടോബർ 12 നമുക്ക് നൽകുന്നത്.